मेरे प्यारे बच्चों साइलम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में आप सबका स्वागत करता हूं മക്കളെ എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. ബച്ചോ ദേക്കിയെ പത്ര എന്താണ് പത്ര? ലെറ്റർ അല്ലേ? പല ടൈപ്പിലുള്ള ലെറ്റർ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യതയുണ്ട്. യെസ്, നമുക്ക് ഈ വരുന്ന പരീക്ഷയിൽ നമ്മുടെ കൂട്ടുകാരന് ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം? യെസ്, നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇനി അതെല്ലാം മറ്റൊരു തരത്തിൽ വരികയാണെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ഒരു ലെറ്റർ വന്നാൽ എങ്ങനെ എഴുതാം എന്നുള്ളൊരൊന്ന് നമുക്ക് നോക്കിയാലോ. നിങ്ങൾ റെഡി അല്ലേ മക്കളെ? യെസ്, അച്ഛാ ബച്ചോ ദേക്കിയേ. യെസ്, നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ലെറ്ററിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു മനോഹരമായിട്ടുള്ള ഒരു കള്ളി വേണം. യെസ്, ക്ലിയർ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം മക്കളെ, നമുക്ക് ലെറ്റർ എഴുതുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് എന്ത് വേണം? യെസ്, ഒരു എന്ത് വേണം? യെസ്, ഈ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ദിനാങ്ക് അല്ലെ, ഒരു ദിനാങ്ക് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ക്ലിയർ ആണോ? അങ്ങനെ കൊടുക്കുന്നു. പിന്നെ അതിന്റെ താഴെ എന്റെ മക്കൾക്ക് എന്ത് ചെയ്താം, യെസ്, ഒരു സ്ഥാൻ എന്ന് കൊടുക്കാം അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നാണോ എഴുതുന്നത് ആ ഒരു പ്ലേസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം. എവിടെയാണോ നിങ്ങളുടെ സ്ഥലം, എവിടുന്നാണോ എഴുതുന്നത് അതെന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം അല്ലെ. നമുക്ക് ഇവിടെ മാഷ് എഴുതുന്നുണ്ട്, സ്ഥാൻ എന്ന് എന്ത് ചെയ്യാം, ഒന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, റെഡി? അപ്പൊ അത് റെഡിയായി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി ആരാണ് നമ്മുടെ കൂട്ടുകാരനാണ് നമുക്ക് എഴുതുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, യെസ്, പ്രിയ മിത്ര അല്ലെ, പ്രിയ മിത്ര എന്ന് എന്ത് ചെയ്തു, നമ്മൾ അഭിസംബോധനം ചെയ്തു. യെസ്, ഇനി നമുക്ക് എഴുതാം. യെസ്, കോമൺ ആയിട്ട് എഴുതാം. എന്റെ മക്കൾ ശ്രദ്ധിക്കൂ. തും യെസ്, തും കേസേ ഹോ, തും കേസേ ഹോ. യെസ്, തും കേസേ ഹോ എന്നത് എഴുതി, നമ്മൾ എഴുതി. യെസ്, തും കേസേ ഹോ. ക്ലിയർ? സുഖം തന്നെയാണോ? എന്നിട്ട് പറയാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സുഖം തന്നെയാണോ അങ്ങോട്ട് ചോദിച്ചു. ഇനി ലെറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ വിശേഷം രേഖപ്പെടുത്തണം. ഇതൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഏതൊരു ലെറ്ററിൽ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, യെസ് മേം, മേം ടീക്ക് അല്ലെ, മേം ടീക്ക് ഹും, മേം ടീക്ക് ഹും. യെസ്, എന്നിട്ടോ തുമേം, തുമേം ഏക് ബാത്ത്, ഏക് ബാത്ത് കഹിന അല്ലെ, കഹിന. എനിക്ക് നിന്നോട് എന്ത് ചെയ്യണം, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, കഹിന ഹേ. ഇനി നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ എന്താണോ വിഷയം, എന്തുമായാണോ ബന്ധപ്പെട്ട് പറയേണ്ടത് ആ വിഷയം എന്ത് ചെയ്താ എന്റെ മക്കൾ എന്ത് ചെയ്താ, ഇവിടെ ഈ മാഷിങ്ങനെ ഒരു ഹൈഫൺ ഇട്ട് ഈ ഡാഷ് കൊടുത്ത സ്ഥലത്ത് എന്ത് ചെയ്യാ, എന്താണോ വിഷയം എന്നുള്ളത് എന്ത് ചെയ്യാ എന്റെ മക്കള് എഴുതി കൊടുക്കുന്നു. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ലടാ, വളരെ സിമ്പിൾ ആയിട്ട് എഴുതി കൂടെ. എന്താണ് ആ വിഷയം എന്നുള്ള ഒരു ചെറിയ സംഭവം എന്ത് ചെയ്താൽ മതി, ഇവിടെ എഴുതി കൊടുത്താൽ മതി. ക്ലിയർ ആയോ? എന്ത് വിഷയവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വിഷയമായിരിക്കുമല്ലോ നമുക്ക് ചോദ്യ പേപ്പറിൽ ചോദിക്കുക. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതി കൊടുക്കുന്നു. എന്നിട്ട് അവസാനമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നിങ്ങളുടെ പേര് തുമാരാ മിത്ര അല്ലെങ്കിൽ നിങ്ങളുടെ പേര് എഴുതാം. മാഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, തുമാരാ മിത്ര എന്ന് കൊടുക്കുന്നു. എന്ത് ചെയ്യുന്നു, തുമാരാ മിത്ര എന്ന് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. യെസ്, തുമാരാ മിത്ര അല്ലെ, തുമാരാ മിത്ര, തുമാരാ മിത്ര എന്ന് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ക്ലിയർ ആയോ? എന്നിട്ട് എന്ത് ചെയ്യാ, നിങ്ങളുടെ പേരും എന്ത് ചെയ്യാ, എഴുതുന്നു. ഞാൻ അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾ എഴുതുന്നു. ക്ലിയർ ആയോ മക്കളെ? ഇത്തരത്തിലൊരു ലെറ്റർ എന്ത് ചെയ്യാം, നമുക്ക് വളരെ ലളിതമായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. ഈ കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറുമായി താരതമ്യം ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഈ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും പരീക്ഷ ചോദ്യ പേപ്പറിൽ വരുന്ന അതിലെ ഒരു വിഷയവും ബന്ധപ്പെടുത്തിയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ഇതിന് നല്ല മാർക്ക് നേടാൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാവില്ല. വളരെ എളുപ്പത്തിലുള്ള ഒരു പത്രമാണ് മാഷോട് എന്ത് ചെയ്തത്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ അല്ലേ? യെസ് മക്കളെ, ഇത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.